2 Korinഥോസ് 9:6. അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യുന്നു, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യുന്നു. വിതയ്ക്കാൻ വിത്ത് നൽകുന്നതും അതിന് ഫലം നൽകുന്നതും ദൈവമാണ്. അതിനാൽ വിതയ്ക്കുന്നവനോ പാലിക്കുന്നവനോ അഹങ്കരിക്കാൻ വകയില്ല. മറിച്ച് അവൻ പറയുന്നത് 9-10 നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് നിങ്ങളെ ദൈവം സമ്പന്നരാക്കുന്നു. ഇവിടെയാണ് നമ്മുടെ മാനുഷിക തലത്തിലേക്കും സ്വഭാവത്തിലേക്കും മനോഭാവങ്ങളിലേക്കുമൊക്കെ നാം ഇറങ്ങി വരേണ്ടത്. നമ്മുടെ പ്രവർത്തനങ്ങൾ, അധ്വാനങ്ങൾ ഫലമണിയുമ്പോൾ തീർച്ചയായും സന്തോഷിക്കാൻ നമുക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്, അർഹതയുണ്ട്. ഒരു ബിസിനസ് പച്ചപിടിക്കുമ്പോൾ, സഫലമാകുമ്പോൾ നമ്മുടെ കഴിവിനെപ്പറ്റി, അധ്വാന മികവിനെപ്പറ്റി നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. ഒരു പരീക്ഷ ജയിക്കുമ്പോൾ, ഒരു ജോലി ലഭിക്കുമ്പോൾ എല്ലാം നമുക്കതിന് അർഹതയും അധികാരവുമുണ്ട്. അവിടം വരെ അതെല്ലാം ഓക്കെയാണ്. നമ്മുടെ പ്രവൃത്തികൾ അതിരുകടക്കുന്നത് എവിടെയാണ്? ഈ നേട്ടങ്ങൾ നാം നമ്മുടെ സ്വന്തമാക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ സ്വന്തം കഴിവുകൊണ്ട്, എൻ്റെ മാത്രം അധ്വാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്, ഞാൻ നേടിയതാണ് എന്നൊക്കെ. ഇവിടെ ദൈവനിഷേധം എന്ന ഒരു കുറ്റം നാം അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ട് ചെയ്യുകയാണ്. ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും കൊടുക്കാനാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. മത്തായി 22:21. ഇവിടെ എന്താണ് നമ്മുടെ തെറ്റ്? അവസരങ്ങളും കാലാവസ്ഥയും സാഹചര്യങ്ങളും അനുകൂലമായ വ്യക്തികളും ഒക്കെ നിനക്കായി അണിനിരത്തിയവൻ, ഒരുക്കിയവൻ ദൈവമാണ് എന്ന് നീ മറക്കുന്നു. ലൂക്ക 16:19-31 വരെയുള്ള ധനവാന്റെയും ലാസറിൻ്റെയും കഥയിലെ ധനവാൻ ചെയ്ത തെറ്റും ഒരുപക്ഷെ ഇതായിരിക്കും. എനിക്കുള്ളതെല്ലാം എൻ്റേതാണ്, അത് മറ്റൊരുവന് കൊടുക്കണമെന്ന് എനിക്ക് താല്പര്യമില്ലെങ്കിലോ. അതുകൊണ്ടാണ് ഇന്ന് പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ സമ്പന്നരാക്കുന്നത്. ലൂക്ക 12:13-21 വരെയുള്ള വാക്യങ്ങളിൽ മറ്റൊരു ധനികനായ മനുഷ്യനെയും വിശുദ്ധ ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. വിഡ്ഢിയായ ധനികൻ എന്നാണ് ബൈബിളിൽ അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ. ദൈവം അയാളോട് ചോദിക്കുന്ന ചോദ്യം നാം എല്ലാവരോടുമാണ്. എല്ലാം നീ കൂട്ടിവെച്ച ശേഷം സ്വന്തമായിട്ട് അനുഭവിക്കാമെന്ന് വിചാരിച്ചാൽ, ഇന്ന് രാത്രി നിൻ്റെ ആത്മാവിനെ ദൈവം എടുത്താൽ നീ എന്തു ചെയ്യും? നിൻ്റെ സമ്പാദ്യം ആരുടേതാകും? അതുകൊണ്ട് സന്തോഷത്തോടെ കൊടുക്കാൻ പഠിക്കുക. ദൈവപരിപാലനയിൽ വിശ്വസിക്കുക. കൊടുക്കുന്തോറും കൂടുതൽ കിട്ടുമെന്നുള്ളതും ഷെയർ ചെയ്യുമ്പോൾ കൂടുതൽ വളരുമെന്നുള്ളതും കേവലം ലൗകിക ലോകത്തിൻ്റെ നിയമമാണ്. കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന് സാക്ഷാൽ ഈശോ കർത്താവ് തന്നെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ലൂക്ക 6:38. മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലുള്ള നമ്മുടെ ഉദാര മനസ്സും സ്നേഹവും കരുണയും ക്ഷമയും ഒക്കെയാണ്. ഇവയൊക്കെ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കൂടുതലായി ദൈവത്തിൽ നിന്ന് നമുക്കും ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ. അതാണല്ലോ കർത്താവ് പറഞ്ഞത് ലൂക്ക 6:38. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. മനുഷ്യരെ മാത്രമല്ലേ, കഴിവില്ലാത്തവനെ, പഠിപ്പില്ലാത്തവനെ, ശക്തിയില്ലാത്തവനെ, സംരക്ഷിക്കാൻ ആരുമില്ലാത്തവനെയൊക്കെയല്ലേ നമുക്ക് പറ്റിക്കാൻ, ചതിക്കാൻ, കബളിപ്പിക്കാൻ സാധിക്കൂ. അവരുടെ ദൈവം ഒരിക്കൽ നിന്നോട് അല്ലെങ്കിൽ നമ്മോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? എവിടെയായിരിക്കും നമ്മുടെ സ്ഥാനം? പണ്ട് പാടിയിട്ടില്ലേ, പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. അതുകൊണ്ട് ആരെയും അധികം ചെറുതായി കാണാതിരിക്കാം, ദ്രോഹിക്കാതിരിക്കാം. അഹങ്കാരം മാറ്റിവെച്ച് ഔദാര്യമനസ്കരായി ദൈവപരിപാലനയിൽ ജീവിക്കാൻ ശ്രമിക്കാം.